വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, ഞാൻ 2-3 ക്ലാസ്സുകളായിട്ട് ഒന്നാം പ്രമാണത്തിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തവരൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലരൊക്കെ കുറേ പേരൊക്കെ പുതിയതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ ക്ലാസ്സുകളിലെ ഒരു ചെറിയൊരു കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. എന്താണ് ആ ക്ലാസ്സിൽ പറഞ്ഞത്? കാരണം അത് പറയാതെ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, ദൈവം സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് കൽപ്പനകൾ നൽകി. ഈ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം എന്ന് ദൈവം ആവശ്യപ്പെട്ടു. കാരണം ഇസ്രായേൽ ജനത്തെ ദൈവം തൻ്റെ സ്വന്തം ജനമായിട്ടാണ് കരുതിയത്. നമുക്കറിയാം, ദൈവം ആദിയിൽ ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചു. സൃഷ്ടികർമ്മത്തിൻ്റെ 6-ാം ദിവസം ദൈവം ആദത്തെ സൃഷ്ടിച്ചു. ഈ ആദത്തിൻ്റെ മുൻപിലൂടെ ദൈവം അന്ന് വരെ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെയും ഒരു പരേഡ് ആദത്തിൻ്റെ മുമ്പിൽ സംഘടിപ്പിച്ചു. അവരെല്ലാം പെയറായിട്ട്, ഇരട്ടകളായിട്ട്, അല്ലെങ്കിൽ ആണും പെണ്ണുമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ ആദത്തിൻ്റെ മനസ്സിൽ ഞാൻ തനിച്ചാണല്ലോ എന്നുള്ളൊരു ദുഃഖം പടർന്നത് ദൈവം കണ്ടു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം അന്ന് തീരുമാനിച്ചു. ദൈവം അവന് തുണയായി അവൻ്റെ വയലിൽ നിന്നും ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. ഹവ്വ എന്ന് അവൾക്ക് പേരും നൽകി. ഈ ആദവും ഹവ്വയും ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ഗാഢമായ, സുദൃഢമായ സുഹൃത്ത് ബന്ധം. നമ്മൾ പറയുമല്ലോ, ലോകത്തിലെ ഏറ്റവും നല്ല ബന്ധം എന്ന് പറഞ്ഞത് കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം, ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധം. അപ്പോൾ ദൈവവും അവരുമായിട്ടുള്ള ബന്ധം വളരെ സൗഹാർദ്ദപരവും വളരെ ഗാഢവും വളരെ ഇൻറ്റിമേറ്റ്, വളരെ ക്ലോസ് ആയ ഒരു ബന്ധമായിരുന്നു. അതുകൊണ്ടാണല്ലോ ദൈവം എല്ലാ സായാഹ്നങ്ങളിലും ആദത്തോടും ഹവ്വയോടൊപ്പം നടക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ അത് വളരെ ക്ലോസ്നെസ് ഉള്ള, വളരെ അടുപ്പമുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു ആദവും ഹവ്വയും ദൈവവുമായിട്ടുള്ളത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒഴുക്ക് അനുസ്യൂതം തുടരുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം ആ സ്നേഹം കൊണ്ട് അവരെ നിറച്ചു. എന്നിട്ടും അവർ പിശാചിനാൽ വഞ്ചിതരായി. അവർ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ദൈവം ഏറെ വേദനിച്ചു. കാരണം തൻ്റെ സ്വന്തം ഛായയിലും സൃഷ്ടിച്ച മനുഷ്യൻ തന്നെ ധിക്കരിച്ചു, ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്തായി. പിന്നീട് ആദത്തിലൂടെയും ഹവ്വയിലൂടെയും അനേകം മനുഷ്യ സന്തതികൾ പിറന്നു. ഒരു വലിയ മനുഷ്യകുലം തന്നെ ഉണ്ടായി. പക്ഷെ അവരെല്ലാവരും ദൈവത്തിൽ നിന്നും അകന്നു, പാപം ചെയ്തു. അവസാനം ദൈവം നോഹയെയും കുടുംബത്തെയും ഒഴികെ സകല മനുഷ്യരെയും ഒരു വലിയ ജലപ്രളയത്താൽ നശിപ്പിച്ചു. നമുക്കറിയാവുന്നതാണ് ആ കഥ. പെട്ടകം പണിതതും നോഹയും ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും, ആകെ 8 പേര് ആ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു. ബാക്കി ഭൂമുഖത്തുള്ള സകല മനുഷ്യരെയും ദൈവം ആ ജലപ്രളയത്തിൽ കൊന്നുകളഞ്ഞു. എന്നിട്ടും ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം നിന്നില്ല. അത് വീണ്ടും അനുസ്യൂതമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും മക്കളുണ്ടായി, അവരുടെ മക്കളുണ്ടായി. അങ്ങനെ വീണ്ടും മനുഷ്യകുലം എണ്ണത്തിൽ പെരുകി. വീണ്ടും അവർ പാപത്തിലേക്ക് ചാഞ്ഞു. ദൈവം അപ്പോൾ തനിക്ക് സ്വന്തമായിട്ടുള്ളൊരു ജനം, തൻ്റെ സ്വന്തം ജനം, അങ്ങനെ ആകാനായിട്ട് ജനത്തെ ദൈവം തിരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നമുക്ക് അറിയാം, അബ്രാഹത്തിലൂടെയാണ്. മെസൊപ്പൊട്ടാമ്യയിലെ ഊർ എന്ന സ്ഥലത്ത്, ഗ്രാമത്തിൽ താമസിച്ചിരുന്ന വിഗ്രഹപ്പണിക്കാരനായ അബ്രഹാം, ഭാര്യ സാറ, മക്കളില്ല, വളരെ സമ്പന്നൻ. ആ അബ്രഹാത്തിനെ ദൈവം ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, നീ നിൻ്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും എല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് വരണം. പരിശുദ്ധ കന്യകാമറിയം ഗബ്രിയേൽ മാലാഖയോടെ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ അബ്രഹാം ദൈവത്തിന് ഉത്തരം വരളി, ഞാൻ വരാം. അബ്രഹാമും ഭാര്യയും സഹോദരപുത്രനായ ലോത്തിനെയും കൂട്ടി ദൈവം കാണിച്ചു തന്ന
കാനാൻ ദേശത്ത് വന്ന് താമസിച്ചു. ഈ കാനാൻ ദേശം എന്ന് പറയുന്നത് കാനാന്യർ എന്ന് പറയുന്ന ഒരു വർഗം താമസിച്ചിരുന്നൊരു ദേശമാണ്. വളരെ സമ്പൽ സമൃദ്ധമായ ഒരു ദേശം. അതുകൊണ്ടാണല്ലോ അതിന് തേനും പാലും ഒഴുകുന്ന ദേശമെന്ന് പറയുന്നത്. വളരെ സമ്പൽ സമൃദ്ധമായ ഒരു സ്ഥലം. പക്ഷേ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അത് അബ്രഹാമിൻ്റെ ദേശമല്ല. അബ്രഹാം സ്വദേശിയല്ല, വിദേശിയാണ് ആ നഗരത്തിൽ. പക്ഷെ അവന് സമ്പത്ത് കൊണ്ട് അവൻ ആ കാനാൻ ദേശത്ത് സ്ഥലങ്ങൾ വാങ്ങി. നമുക്കറിയാം, അവൻ്റെ സാറ മരിച്ചപ്പോൾ സാറയെ സംസ്കരിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു തോട്ടം അബ്രഹാമിന് പണം കൊടുത്ത് വാങ്ങേണ്ടി വന്നു. കാരണം കാനാൻ ദേശം അബ്രാഹത്തിൻ്റെ സ്വന്തമല്ല. അവിടെ വെച്ച് ദൈവം അബ്രാഹാമിനെ സന്താനത്തെ നൽകി. ഇസഹാക്ക്, നമുക്കറിയാം ആ കഥകളൊക്കെ. ഇസഹാക്കിൻ്റെ 2 പുത്രന്മാർ യാക്കോബും ഏസാവും. അങ്ങനെ അവർ എണ്ണത്തിൽ പെരുകി വലുതായി. അവസാനം യാക്കോബിൻ്റെ ചെറിയ മകൻ ജോസഫിനെ അവൻ്റെ സഹോദരന്മാരെ വിറ്റു. അവൻ ഈജിപ്ത് ദേശത്തെത്തി. വളരെ വർഷങ്ങൾക്ക് ശേഷം, കഠിനമായ യാതനകൾക്ക് ശേഷം ജോസഫ് ആ ഈജിപ്തിൻ്റെ നേതാവായി അവിടുത്തെ രാജസ്ഥാനത്തേക്ക് തന്നെ ഉയർത്തപ്പെട്ടു. അതിനുശേഷം സംഭവിച്ചത്, ആ ഈജിപ്ത് ദേശത്ത് സമ്പന്നമായപ്പോൾ കാനാൻ ദേശം ദരിദ്രമായി. അവിടെ വളരെ വലിയ പട്ടിണി, ഞെരുക്കം വന്നു. നമുക്കറിയാവുന്ന കഥകളാണതൊക്കെ. അവസാനം ജോസഫ് യാക്കോബിനെയും ആ സന്തതി പരമ്പരയിൽപ്പെട്ട ബന്ധുമിത്രാദികളായ 75 പേരെയും കൂട്ടി വീണ്ടും അവർ ഇസ്രായേൽ ദേശത്തേക്ക്, അവരെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ യാക്കോബിൻ്റെ മക്കളെ പറയുന്ന പേരാണ് ഇസ്രായേൽ ജനം. നമുക്കറിയാം, യാക്കോബ് ഏസാവിനെ വഞ്ചിച്ച് പിതാവിൽ നിന്നും അനുഗ്രഹം വാങ്ങി അമ്മാവനായ ലാബാൻ്റെ അടുത്ത് പോയി വിവാഹമൊക്കെ കഴിഞ്ഞു. തിരിച്ച് മടങ്ങുന്ന സമയത്ത് പാതാമരാമിൽ വെച്ച് ഒരു ബലിപീഠം പണിത് ദൈവത്തിന് ആരാധന അർപ്പിച്ചപ്പോൾ ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, യാക്കോബേ, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല അറിയപ്പെടുന്നത്, നീ എൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ യാക്കോബിൻ്റെ അനന്തര അല്ലെങ്കിൽ പിൻഗാമികളെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഇസ്രായേൽ ജനം. ഈ ഇസ്രായേൽ ജനം ഈജിപ്തിൽ ആദ്യം വളരെ രാജീകമായി ഫറവോ എതിരേറ്റുവെങ്കിലും വർഷങ്ങളും കാലങ്ങളും കഴിഞ്ഞു പോയപ്പോൾ അവരെ അടിമകളാക്കി ഈജിപ്തുകാർ കണക്കാക്കി. അവരുടെ ദീനരോധനം സ്വർഗത്തിലേക്ക് ഉയർന്നു. ദൈവം മോശയെ നിയമിച്ചു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാരെ, യാക്കോബിൻ്റെ അനന്തര അവകാശികളെ, ആ വംശത്തെ ഈജിപ്തിൽ നിന്നും അവിടുന്ന് കൊണ്ടുവന്ന് ചെങ്കടൽ കടത്തി സീനായ് മലമുകളുടെ അടിവാരത്തിലെത്തിച്ചു. അവിടെ വെച്ചിട്ടാണ് ദൈവം മോശ വഴി ഈ കൽപ്പനകൾ ഈ ജനത്തിന് നൽകുന്നത്. കാരണം ദൈവത്തിന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇവരെൻ്റെ സ്വന്തം ജനമായിരിക്കണം. ഇസ്രായേൽ ജനം എൻ്റെ സ്വന്തം ജനമായിരിക്കണം. എൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ അവരുടെ അപ്പൻ എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് ഇസ്രായേൽ ജനം ഉയരണമെങ്കിൽ ഇസ്രായേൽ ജനം ചില പ്രത്യേക നിയമങ്ങളനുസരിച്ച്, ചില പ്രത്യേക ചട്ടങ്ങളനുസരിച്ച്, ചില പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കണം. സാധാരണ പോലെ ജീവിച്ചാൽ പോരാ. ദൈവത്തിൻ്റെ ആ നിലവാരത്തിലേക്ക് അവർ ഉയരണമെങ്കിൽ അവർ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് കൽപ്പനകൾ എന്ന് വിചാരിച്ചാൽ നമുക്കറിയാം, അത് ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി വളരാനുള്ള ഒരു ജീവിതചര്യയാണ് പ്രമാണങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ അല്ലെങ്കിൽ നിയമങ്ങൾ. ഈ നിയമങ്ങളാണ് മോശയ്ക്ക് ദൈവം സീനായി മലയിൽ വെച്ച് എഴുതി കൊടുത്തത്. അപ്പോൾ ദൈവം പറയാണ്, നിങ്ങൾ ഈ നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തരാം. നമുക്കറിയാം, ഈ വിശുദ്ധ ബൈബിളിൽ ഏകദേശം 8000 വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് നൽകാനായിട്ടുള്ള സന്നദ്ധതയുള്ള ദൈവമാണ്. പക്ഷെ നമ്മൾ പറയില്ലേ, മുത്ത് പന്നിയുടെ മുൻപിൽ വെതറി കൊടുക്കരുത്, പന്നിക്ക് അതിൻ്റെ വില മനസ്സിലാവില്ല, അത് നശിപ്പിക്കും. അതുകൊണ്ട് ആ വാഗ്ദാനങ്ങൾ സ്വീകരിക്കത്തക്കത് നമ്മൾ ഒരുങ്ങണമെങ്കിൽ ദൈവം പറയുന്ന ഈ കൽപ്പനകളും പ്രമാണങ്ങളും നമ്മൾ അനുസരിച്ചേ പറ്റൂ. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നിൻ്റെ ജനം ഇതനുസരിക്കുമോ? മോശ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് ജനങ്ങളോട് ചോദിച്ചു, നിങ്ങളിത് അനുസരിക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവ് പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കും. അപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെയെങ്കിൽ
നിങ്ങൾ സമ്മതം മൂളി ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക് തമ്മിൽ ഒരു കരാർ, അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ ഒരു ഉടമ്പടിയാക്കണം. എല്ലാ ഉടമ്പടികളും മുദ്ര ചെയ്യണം, അല്ലേ? പക്ഷേ ഈ ഉടമ്പടിയുടെ പ്രത്യേകത, ഇത് വെറുമൊരു കരാറല്ല, ഇത് വെറുമൊരു കോൺട്രാക്റ്റ് അല്ല, ഇത് വെറുമൊരു എഗ്രിമെൻ്റ് അല്ല. ഇതിനെ പറയുന്ന പേര് കവനൻറ്റ്, അല്ലെങ്കിൽ ഉടമ്പടി എന്നാണ്. ഈ ഉടമ്പടിയിൽ നമ്മൾ മുദ്രിതമായി കഴിഞ്ഞാൽ ഈ ഉടമ്പടി പിൻവലിക്കാൻ നമുക്കാവില്ല. ഈ ഉടമ്പടി അനുസരിച്ച് നമ്മൾ ജീവിച്ചേ പറ്റൂ. അതാണ് ദൈവവും മനുഷ്യനുമായുള്ള ഉടമ്പടിയുടെ പ്രത്യേകത. ഇത് ആജീവനാന്തം നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇട്ടെറിഞ്ഞു പോകാനുള്ളതോ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരാനുള്ളതല്ല ഈ ഉടമ്പടി. നിങ്ങൾ ഉടമ്പടിയിൽ മുദ്രിതരായെങ്കിൽ ഈ ഉടമ്പടി നിങ്ങളുടെ ജീവിതം മുഴുവൻ പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, നിങ്ങൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൈഫ് വളരെ ഷോർട്ടല്ല, ടെമ്പററി അല്ല. ഒരു എഗ്രിമെൻറ്റോ ഒരു കരാറോ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റോ ഉണ്ടാക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു കക്ഷിക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ അതിന് വേണ്ട കോമ്പൻസേഷൻ കൊടുത്ത് നമുക്ക് അതിൽ നിന്ന് പിൻവാങ്ങാം. പക്ഷേ ഇതങ്ങനെയല്ല. ഈ കവനൻ്റ് നമ്മൾ നടത്തുന്നത് ദൈവവുമായിട്ടാണ്. ഇത് വളരെ സ്ഥായിയായ, എന്നേക്കും നിലനിൽക്കുന്ന, ഊരിപ്പോരാൻ സാധിക്കാത്ത, ഊരിപ്പോരാൻ പാടില്ലാത്ത, വളരെ ദൃഢമായ, സുദൃഢമായ ഒരു ബന്ധമാണ് ഈ ഉടമ്പടിയിലൂടെ ദൈവം മനുഷ്യനുമായി സ്ഥാപിച്ചത്. അപ്പോൾ മോസസ് ഈ സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ഉടമ്പടി മുദ്ര ചെയ്തത് എങ്ങനെയാണ്? ഈ ഉടമ്പടി മുദ്ര ചെയ്തത് ബലി അർപ്പിച്ചിട്ടാണ്. ദഹന ബലിയും സമാധാന ബലിയും, കാളക്കുട്ടികളെ കൊന്ന്, കാളയെ കൊന്ന് ബലിയെ സമർപ്പിച്ചു. ഈ ബലി അർപ്പിച്ചതിന് ശേഷം ആ രക്തം, ഉടമ്പടി മുദ്രിതമാകുന്നത് രക്തം വഴിയാണ്. ബലിയിൽ ചിന്തുന്ന രക്തം. ആ രക്തം മോസസ് അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ മേൽ തളിച്ചു. ആ ബലി വസ്തു, മാംസം അവർക്ക് ഭക്ഷണമായി കൊടുത്തു. അപ്പോൾ ദൈവം സ്ഥാപിച്ച ആ ഉടമ്പടി അത് എസ്റ്റാബ്ലിഷ്ഡായി, അത് സ്ഥാപിതമായി. എങ്ങനെ? ഈ ബലിയാൽ. ദൈവം അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം. പഴയ നിയമ ജനതയ്ക്ക് കൊടുത്ത വാഗ്ദാനം പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം, സമ്പൽ സമൃദ്ധമായ കാനാൻ ദേശം, കാനാന്യർ വസിച്ചിരുന്ന കാനാൻ ദേശം. 7 ജാതികളെ കൊന്നൊടുക്കിയാണ് ദൈവം അവർക്ക് ആ കാനാൻ ദേശം സമ്മാനമായി കൊടുക്കുന്നത്. അവർക്ക് വാഗ്ദാനം ചെയ്ത കാനാൻ ദേശം 7 ജാതികളെ കൊന്നൊടുക്കിയാണ് ദൈവം അവർക്ക് കൊടുക്കുന്നത്. ഈ ഉടമ്പടി, ദൈവം സീനായി മലയിൽ സ്ഥാപിച്ച ഉടമ്പടി ഇന്നും നിലനിൽക്കുന്നു. കാരണം ഇത് പെട്ടെന്ന് മാറ്റാവുന്നതല്ല. ഇത് മനുഷ്യനുള്ളിടത്തോളം കാലം, ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ് ഈ ഉടമ്പടി. ഈ ഉടമ്പടി എന്ന് പറഞ്ഞ കാനാൻ ദേശം, പുതിയ നിയമത്തിൽ നമ്മൾ പറയുന്നത് ഈ കാനാൻ ദേശം സ്വർഗീയ കാനാൻ ദേശം, സ്വർഗരാജ്യം, ദൈവരാജ്യം, അല്ലെങ്കിൽ നിത്യജീവൻ. എന്താണ് സ്വർഗരാജ്യത്തിൻ്റെ പ്രത്യേകത? ആകുലതകളില്ല, രോഗങ്ങളില്ല, ബന്ധനങ്ങളില്ല, ശാപങ്ങളില്ല. സമാധാനം പുഴ പോലെ ഒഴുകുക, ആശ്വാസം, ദൈവത്തിൻ്റെ സാമീപ്യം, ദൈവത്തിൻ്റെ ദർശനം, ആനന്ദം കൊണ്ട് നമ്മൾ മതിമറക്കുന്ന ഒരു അന്തരീക്ഷം. അതാണ് സ്വർഗീയ കാനാൻ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതല്ലേ? സമാധാനം, സന്തോഷം, ആനന്ദം, ആകുലതകളില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത, ഭാരങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ദൈവത്തെ എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗരാജ്യം. അതാണ് പുതിയ നിയമത്തിലെ കാനാൻ ദേശം. ഇന്നും ഈ ഈ ഉടമ്പടി ഉറപ്പിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ബലിയാണ്, കുരിശിലെ ബലി. ആ കുരിശിലെ ബലിയിൽ ദൈവം ഈശോ ചിന്തിയ തിരുരക്തം, അതാണ് നമ്മുടെ മേൽ തളിച്ചത്. ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഈ ഉടമ്പടി ഊട്ടി ഉറപ്പിക്കുകയാണ്. നമ്മൾ ഈ ഉടമ്പടി ഞങ്ങൾ നിർവഹിച്ചു കൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ആ ഓരോ ഉടമ്പടി ഉറപ്പിക്കുമ്പോഴും യേശു തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകുന്നു. അന്ന് മോശ സീനായി മലയിൽ വെച്ച് കാളക്കുട്ടിയെ കൊന്ന് ആ രക്തം ആ ജനത്തിൻ്റെ മേൽ തളിച്ച് ആ മാംസം അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തതുപോലെ ഇന്നും ഈശോ മിശിഹ അനുദിന ദിവ്യ ബലിയിൽ തൻ്റെ ശരീരവും രക്തവും ആ ഉടമ്പടി മുദ്രിതമാക്കിക്കൊണ്ട് നമുക്ക് നൽകുന്നു. വിശുദ്ധ കുർബാനയും എല്ലാ കുദാശകളും ഈ ഉടമ്പടിയെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. നമ്മളെപ്പോഴാണ് ഈ ഉടമ്പടിയിൽ പങ്കുകാരായത്? മാമോദീസ ജലം നമ്മുടെ ശിരസിൽ വീണ ആ നിമിഷം നമ്മൾ ഈ ഉടമ്പടിയുടെ ഭാഗവാക്കുകളായി. നമുക്കിതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ല.
നമുക്കിതിനെ വിട്ടുപേക്ഷിച്ച് പോരാനായിട്ട് പറ്റില്ല. ഇത് എന്നേക്കും നിലനിൽക്കുന്ന സ്ഥായിയായ ഒരു ബന്ധമാണ് ഈ ഉടമ്പടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉടമ്പടിക്ക് 2 തലങ്ങളുണ്ട്. ഒന്ന്, ദൈവം നൽകുന്ന വാഗ്ദാനം. ദൈവം നൽകുന്ന അസംഖ്യം വാഗ്ദാനങ്ങൾ. ആ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ, അത് നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ, അത് നമുക്ക് കരഗതമാക്കാൻ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം ദൈവം തരുന്ന ഈ കൽപ്പനകൾ നമ്മൾ പാലിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 1 കൊറിന്ത്യോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 19-ാം വാക്യം. ബൈബിൾ ഉള്ളവർ തുറന്നെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് തുറന്ന് അത് വായിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനാൽ തന്നെ രോഗശാന്തി നൽകും. അതിന് നിങ്ങളുടെ മനസ്സിലെ ആകുലതകളും അസ്വസ്ഥതകളും എടുത്തു മാറ്റാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് വചനമാണല്ലോ എല്ലാം. വചനത്താലാണല്ലോ ദൈവം എല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ വചനം ശ്രദ്ധാലുക്കളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോഴോ ആ വചനം അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറും. 1 കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 19-ാം വാക്യം. എന്താണ് പറഞ്ഞത്? പരിച്ഛേദനോ അപരിച്ഛേദനോ എന്ന് നോക്കണ്ട, ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവപ്രധാനം. അപ്പോൾ ഒരു ദൈവവുമായിട്ടുള്ള ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവകൽപ്പനകൾ പാലിക്കുക. എന്ത് വില കൊടുത്തും ദൈവകൽപ്പനകൾ പാലിക്കുക. നമുക്കറിയാം ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല. പലപ്പോഴും നമ്മൾ ദൈവകൽപ്പനകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടും. ദൈവത്തിന് അതറിയാം. അതുകൊണ്ടാണ് പറയുന്നത് 2 രാജാക്കന്മാർ 17:37. 2 രാജാക്കന്മാർ, മെല്ലെ എടുത്താൽ മതി, ഞാൻ ധൃതിയൊന്നും പിടിക്കണില്ല. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 37-ാം വാക്യം. അവിടുന്ന് എഴുതി തന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോട് പാലിക്കണം. ഒരു ഈസി മട്ടിൽ അല്ലെങ്കിൽ എനിക്കെല്ലാം സാധിക്കുമെന്ന മട്ടിൽ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ജാഗരൂകതയോടെ പാലിക്കണം. നിങ്ങളെല്ലാവരും ചെറുപ്പത്തിലെങ്കിലും പാമ്പും കോണിയും കളിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ പാമ്പും കോണിയും സ്നേക്ക് ആൻഡ് ലാഡർ പറയും. എങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത്? ആ താഴത്തെ കോളത്തുനിന്ന് നമ്മൾ കയറി നമ്മൾ മുകളിലെത്തും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച അല്ലെങ്കിൽ നമ്മുടെ ഡൈസ് ആ കരു നമ്മൾ വളരെ സൂക്ഷിച്ചും നമ്മുടെ മനസ്സിലുള്ള കാൽക്കുലേഷൻസ് അനുസരിച്ചും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് ജയിക്കും. അല്ലെങ്കിലോ നമ്മൾ ചെന്ന് പാമ്പിൻ്റെ വായിൽ ചെന്ന് ചാടും അല്ലേ? മുകളിലെത്തിയിട്ടാണ് പാമ്പിൻ്റെ വായിൽ ചെന്ന് ചാടുന്നതെങ്കിലോ നേരെ ഏറ്റവും അടിയിൽ വീഴും. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുപാമ്പുകൾ വേറെയുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ താഴെ വീണും. ഇതാണ് നമ്മുടെ ജീവിതം. നമ്മൾ ജാഗരൂകതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ സാത്താൻ അല്ലേ, നമ്മൾ പറയുന്നില്ലേ 1 പത്രോസ് 5:8 നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്നറിയാതെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴെന്ത് സംഭവിക്കും? പിശാചിന് തൻ്റെ ഗണത്തിൽ ആളെ കൂട്ടണം. അപ്പോൾ ആരെയാണ് പറ്റിക്കാൻ പറ്റുക, ആരെയാണ് എളുപ്പത്തിൽ സ്വന്തം വരുതിയിലാക്കാൻ പറ്റുക എന്ന് അന്വേഷിച്ച് പിശാച് ഓടി നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മൾ കുറേ കൂടി ജാഗ്രതയുള്ളവരായിരിക്കണം. അത് തന്നെയാണ് 1 കൊറിന്ത്യർ 16:13 പറയുന്നത്. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. വളരെ നമുക്കറിയാം, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക അല്ലേ? നമ്മൾ കൊന്ത കയ്യിലെടുത്താൽ നമുക്ക് വളരെ ആഗ്രഹത്തോടു കൂടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുകയാണെന്ന് കരുതുക. പക്ഷെ കൊന്ത കയ്യിലെടുത്ത അടുത്ത നിമിഷം നമുക്ക് വരുന്നത് എന്താ അല്ലേ? ആദ്യത്തെ 5 എണ്ണം ചെല്ലുമ്പോഴേക്കും നമ്മൾ ഉറങ്ങും. പിന്നെ നമ്മൾ മസിൽ പിടിച്ച് ആദ്യത്തെ ഒരു രഹസ്യം എങ്ങനെയെങ്കിലും കഴിക്കും. രണ്ടാമത്തേതാകുമ്പോഴേക്കും നമ്മൾ തൂങ്ങി താഴെ വീണുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ശരി, കുറച്ച് ഉറങ്ങി കഴിഞ്ഞിട്ട് ചൊല്ലാം അല്ലേ, ഒന്ന് ഉറങ്ങട്ടെ, ഒന്ന് ഫ്രഷായിട്ട് ചൊല്ലാം. പിന്നെ നമ്മൾ ഉറങ്ങുന്ന എഴുന്നേൽക്കുന്നത് എപ്പോഴാണ് നമുക്കറിയില്ല. അപ്പം നമ്മൾ കൊന്ത ചൊല്ലാൻ നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കൊന്ത ചൊല്ലാം, നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, വചനം വായിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, ക്ലാസ്സൊക്കെ ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ക്ഷീണിച്ചു പോകും അല്ലേ? നമ്മുടെ ശരീരം ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. ഈ ബലഹീനത കൊണ്ടുവരുന്നത് ആരാ? കൊണ്ടുവരുന്നത് പിശാചാണ്. അപ്പോൾ ഈ പാമ്പും കോണിയും പോലെയാണ്. നമ്മൾ കൽപ്പനകൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്, നമ്മൾ കൽപ്പനകൾ പാലിക്കാൻ താല്പര്യമാണ്, നമ്മൾ അതിന് ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ എന്തുണ്ടാകും? നമ്മൾ ജാഗരൂകത ഇല്ലെങ്കിൽ നമ്മൾ ഈ കൽപ്പനകൾ പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ നമ്മൾ ഈ പാമ്പും കോണിയും തന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മൾ കളിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും?
നമ്മൾ വീണ്ടും കുറേ കൂടി ഉഷാറായിട്ട് ഇനി നമ്മൾ വീഴില്ല, പാമ്പിൻ്റെ വായിൽ ചെന്ന് ചാടില്ല എന്നുള്ളതിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് കളിക്കും. അതുപോലെ തന്നെ വീണു പോയാലും ഈ കൽപ്പനകൾ ശ്രദ്ധാപൂർവം വീണ്ടും നമ്മൾ പരിശ്രമിച്ചേ പറ്റൂ. ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ വീണു പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ വീണു പോകും. പക്ഷേ വീണു പോയാൽ നമുക്ക് എന്ത് വേണം? അതീവ ജാഗ്രതയോടെ, അതീവ താല്പര്യത്തോടെ, അതീവ ശ്രദ്ധയോടെ നമ്മൾ വീണ്ടും കളി തുടരണം. കളി തുടരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പനകൾ പാലിക്കാനായിട്ട് തുടങ്ങണം. കാരണം എസെക്കിയേൽ പ്രവചനത്തിലെ 37-ാം അധ്യായത്തിൽ 23-ാം വാക്യം, 37:23 എസെക്കിയേൽ, തങ്ങളുടെ വിഗ്രഹങ്ങളാലോ മ്ലേച്ഛപ്രവൃത്തികളാലോ മറ്റേതെങ്കിലും അപരാധങ്ങളാലോ അവർ മേലിൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയില്ല. അവർ പാപം ചെയ്ത എല്ലാ വസതികളിൽ നിന്നും അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലരാക്കും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. ദൈവത്തിൻ്റെ കൽപ്പനയാണത്, ദൈവത്തിൻ്റെ ഉറപ്പാണത്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണത്. നിങ്ങൾ വീണു പോകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ വീഴും, പേടിക്കേണ്ട. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ പാപം ചെയ്ത എല്ലാ വസതികളിൽ നിന്നും അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലരാക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ 8000 വാഗ്ദാനത്തിൽ ഒരു വാഗ്ദാനമാണിത്. നിങ്ങൾ പാപം ചെയ്താലും ഞാൻ നിങ്ങളെ രക്ഷിച്ച് നിർമ്മലരാക്കും. ഇത്രയും നല്ലൊരു വാഗ്ദാനം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനനുസരിച്ച് നമ്മൾ എപ്പോഴെപ്പോഴും വീഴണം എന്നല്ല പറയുന്നത്, വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ വീണു പോയാലും നിരാശപ്പെടാതെ, അസ്വസ്ഥപ്പെടാതെ വീണ്ടും നമ്മൾ അതീവ ജാഗ്രതയോടെ ശ്രദ്ധാപൂർവം വീണ്ടും നമ്മൾ പരിശ്രമിച്ച് ഈ ദൈവം വാഗ്ദാനം ചെയ്ത ഉടമ്പടികൾ സ്വന്തമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പുറപ്പാട് 19:5 പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എൻ്റെ പ്രിയപ്പെട്ട സ്വന്തം ജനമായിരിക്കും. ഇത് ഉപയോഗിക്കുന്ന വാക്ക് കണ്ടോ, സ്വന്തം ജനമായിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവർ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ വരുമ്പോൾ അവർ പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങളെന്നെ പ്രസവിച്ചത്? ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ? ചിലർ ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങളെന്നെ ഉണ്ടാക്കിയത്? അങ്ങനെ വാക്ക് ഉപയോഗിക്കുക. പ്രസവിച്ചതൊക്കെ കുറച്ചുകൂടി മാന്യമായ ഭാഷ ആണോ? അങ്ങനെ ചോദിച്ചില്ല ഏതെങ്കിലും കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് മക്കളെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ പ്രസവിച്ചത്? ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ സൃഷ്ടിച്ചത്? അത് കേൾക്കുന്ന സമയത്ത് ഏത് മാതാപിതാക്കളാണെങ്കിലും അല്പം സമയം ഒന്ന് നിശ്ചലരായി പോകും, ഒന്ന് സ്റ്റണ്ടായി പോകും. അവരുടെ മനസ്സിൽ വളരെ വലിയ സങ്കടം ആ നിമിഷം ഉരുണ്ടു വരും. തീർച്ചയായിട്ടും ഉണ്ടാകും അല്ലേ? ഒരു കാര്യം ഈ പ്രിയപ്പെട്ട മക്കളും നമ്മളും മനസ്സിലാക്കണം, നമ്മൾ വിചാരിച്ചിട്ട് നമുക്കൊരു മക്കളെ ഇന്ന് വരെ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ അനവത്യത അല്ലെങ്കിൽ വന്ധ്യത എന്നൊരു പ്രശ്നം ഉണ്ടാകുമോ? മാതാപിതാക്കൾ വിചാരിക്കുകയാണ് എനിക്കിപ്പോൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു അമ്മ വിചാരിക്കുകയാണെങ്കിൽ, അപ്പം തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാക്കാൻ പറ്റുമല്ലോ. പക്ഷേ എത്രയോ മാതാപിതാക്കളും മക്കളില്ലാതെ കഴിയുന്നു. ഡോക്ടർമാർ പറയുന്നതാണ് ഒരു കുഴപ്പമില്ല, കുഞ്ഞുങ്ങളുണ്ടാവാൻ യാതൊരു തടസ്സവുമില്ല. അങ്ങനെ പറഞ്ഞ എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ മക്കളില്ലാതെ കഴിയുന്നു. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ കുഞ്ഞുണ്ടാവില്ല, നിങ്ങൾക്ക് അത്രയും വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഡോക്ടർമാർ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പറയില്ലേ, ഗർഭാവസ്ഥയിൽ സ്കാനിങ് നടത്തിയിട്ട് പറയില്ലേ, മാനസിക വൈകല്യമുള്ള കുട്ടിയാണ്, നിങ്ങളതിന് എന്താ വേണമെങ്കിലും അബോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അബോർട്ട് ചെയ്യേ എന്നൊക്കെ പറയുമില്ലേ. പക്ഷേ അങ്ങനെ പറഞ്ഞ എത്രയോ കുട്ടികൾ പരിപൂർണ ആരോഗ്യത്തോടെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന എത്രയോ കുട്ടികൾ വൈകല്യത്തോടെ ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത്, ഈ ചോദ്യം ചോദിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായ മാതാപിതാക്കളെ, നമുക്ക് ധൈര്യപൂർവ്വം പറയാം, ഈ മക്കളെ സൃഷ്ടിക്കുന്നത് നമ്മളല്ല, നമ്മളെ കൊണ്ടാവുന്ന കാര്യമല്ല അത്. ദൈവത്തിനു വേണ്ടി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഓരോ മനുഷ്യ വ്യക്തി. ഒരു ഭാര്യയും ഭർത്താവും വിചാരിച്ചതുകൊണ്ട് കുഞ്ഞ് ജനിക്കില്ല.
ഒരു ഡോക്ടർ വിചാരിച്ചതുകൊണ്ടും കുഞ്ഞ് ജനിക്കില്ല. കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് സൃഷ്ടികർമ്മം ദൈവത്തിൻ്റെ മാത്രം അവകാശമാണ്. ഇന്ന് വരെ ആ സൃഷ്ടികർമ്മത്തിൽ പങ്കുകൊള്ളാനായിട്ട് എന്താ പറയുക, കൈ കടത്താനായിട്ട് ദൈവം മനുഷ്യവംശത്തെ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ ശാസ്ത്രത്തിലെ ക്ലോണിങ്ങും മറ്റ് പല പുതിയ ടെക്നിക്കുകളൊക്കെ കേൾക്കും. അതിന് ഒരു ജീവനുള്ള കോശം ആവശ്യമുണ്ട്. ആ കോശത്തിനകത്ത് ചില പരിഷ്കാരങ്ങളൊക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് മറ്റൊരു കോശത്തിനെ ഉൽപ്പാദിപ്പിക്കാനോ ഭ്രൂണത്തെ ഉൽപ്പാദിപ്പിക്കാനോ ഒക്കെ സാധിക്കും. പക്ഷേ ജീവനുള്ള ഒരു കോശത്തെ നിർമ്മിക്കാനായിട്ട് ഇന്ന് വരെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം സൃഷ്ടി എന്നുള്ളത് ദൈവത്തിൻ്റെ മാത്രം ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് മക്കളിങ്ങനെ ചോദിക്കുമ്പോൾ ധൈര്യമായിട്ട് പറയാം, ഞാനല്ല, അപ്പനല്ല, ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ സ്വന്തമാക്കാൻ. ബൈബിളിൽ എത്രയോ പ്രാവശ്യമാണ് ദൈവം പറയുന്നത് എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തം. നിങ്ങൾ നോക്ക്, നമ്മുടെ മക്കൾക്ക് ആരുടെ ചായ? നമ്മുടെ ചായ, നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ അല്ലേ. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ പ്രസവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജനിച്ചോടുമ്പോൾ കൊച്ചിനെ നേഴ്സ് കാണിച്ചു തരുമല്ലോ. അപ്പോൾ കൊച്ചിൻ്റെ അപ്പൻ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, ആൻറ്റി കുഞ്ഞിന് ആരുടെ ചായ? അവന് അത്രയും കൊതിയാണ് അവൻ്റെ ചായയാണെന്ന് ഞാൻ പറയണം. ജനിച്ചുകൊണ്ട് കുഞ്ഞിന് നേഴ്സുമാർ കൊണ്ടുവന്ന കുഞ്ഞിന് അങ്ങനെ പ്രത്യേകം ചായ ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇവനെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞു, നിൻ്റെ തന്നെ ചായയാന്ന്. എന്തായാലും ദൈവാനുഗ്രഹത്തായാലും ഇപ്പം 3-4 വർഷം കഴിഞ്ഞപ്പോൾ അവൻ തന്നെ അവൻ്റെ അപ്പൻ്റെ അതേ ചായ. ഒരു DNA ടെസ്റ്റ് നടത്തണ്ട, മുഖത്ത് നോക്കിയാൽ പറയാം ഇത് അപ്പൻ്റെ മോനാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ചായയാണ്. ദൈവം ആരുടെ ചായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? സ്വന്തം ചായയിലും സാദൃശ്യത്തിലും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, യാതൊരു സംശയവുമില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഏത് മക്കൾ ഏതൊക്കെ സമയത്ത് ഭൂമിയിൽ വരണം എന്നുള്ളത് ദൈവം നിശ്ചയിക്കുന്ന കാര്യമാണ്. അതിൽ മനുഷ്യന് യാതൊരു കൈകടത്താനും പറ്റില്ല. അത് ദൈവത്തിൻ്റെ മാത്രം ഒരു നിശ്ചയമാണ്. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഏതറ്റം വരെ നമ്മൾ പോവില്ലേ? നമ്മുടെ മക്കൾക്ക് രോഗം വന്നു, സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യും? കിടപ്പാടം വിറ്റിട്ടായാലും കിഡ്നി വിറ്റിട്ടായാലും ലിവർ വിറ്റിട്ടായാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കൾക്ക് ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള പണം നമ്മൾ സ്വരൂപിക്കും. വല്ല മയക്കുമരുന്നിലോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്നപ്പെട്ടാൽ എന്ത് ചെയ്യും? പറ്റിയ രാഷ്ട്രീയ നേതൃത്വത്തെയോ അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന സ്വാധീനം ചെലുത്തുന്ന ആരെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ നമ്മൾ അവരെ രക്ഷപ്പെടുത്തും. നമ്മൾ പറയുമോ നശിച്ചു പോട്ടെ. ചിലപ്പോൾ ഗതികേടുകൊണ്ട് നമ്മുടെ സങ്കടം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ആത്മഗതമായിട്ട് പറയും, എന്താ പറയുക, എന്താ വിത്ത് പഠിക്ക് പുറത്തുനിന്നോ ഇങ്ങനെയൊന്നും പറയില്ലേ? അതുപോലെ അങ്ങനെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്? ഏത് വിധേനയെങ്കിലും നമുക്ക് അവരെ രക്ഷിക്കണം. അത് തന്നെയാണ് ദൈവം ചെയ്തത്. ദൈവം സൃഷ്ടിച്ച കോടാനുകോടി മക്കൾ നശിച്ചു പോകുമ്പോൾ ദൈവത്തിന് കണ്ണം പൂട്ടിയിരിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവം വേദനയ്ക്കാണ്. ആ വേദന കണ്ടിട്ടാണ് പുത്രൻ പറഞ്ഞത്, അപ്പാ ഞാൻ പോകാം, അവരെ രക്ഷിക്കാനായിട്ട് ഞാൻ പോകാം. ഞാൻ രക്ഷിക്കാൻ വന്ന യേശു ജനിച്ചതോ നമ്മളിപ്പോൾ ക്രിസ്മസിന് ഒരുങ്ങല്ലേ അല്ലേ? അന്ന് വരെ ഒരു കുഞ്ഞും ജനിക്കാത്ത ഒരു കാലിത്തൊഴുത്തിൽ മൃഗങ്ങളുടെ ഒപ്പം ആണ് ക്രിസ്തു ജനിച്ചത്. ഇപ്പോൾ വേണമെങ്കിൽ ആൾക്കാർ പറയുമ്പോൾ അതൊരു ഇക്കോ ഫ്രണ്ട്ലി ബർത്തായിരുന്നു എന്ന്. കാരണം പ്രകൃതിയോടിട്ട് ഇണങ്ങി ഒരു കാലിത്തൊഴുത്തിലാണല്ലോ ഈശോ ജനിച്ചത്. വളരെ ഇക്കോ ഫ്രണ്ട്ലി ബർത്ത്. അതെനിക്കറിയില്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ. പക്ഷെ ദരിദ്രനായിട്ട് ക്രിസ്തു ജനിച്ചു. അത് കഴിഞ്ഞുള്ള ജീവിതം അതും ദരിദ്രപൂർണമായിരുന്നു. അവസാനം കുരിശമരണത്തിന് വിധിച്ചു. നിങ്ങൾ നോക്കിക്കേ, ദൈവത്തിന് പ്രതികരിക്കാമായിരുന്നില്ലേ? പിലാത്തോസിൻ്റെ പടയാളികൾ ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഈശോയ്ക്ക് പ്രതികരിക്കാമായിരുന്നില്ലേ? ഈശോ പ്രതികരിച്ചില്ല. ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിശബ്ദത കാണിക്കൂലേ അല്ലേ? അവൻ ചെയ്ത തെറ്റുകൾ മറ്റുള്ളവർ എണ്ണി പറയുമ്പോൾ അവനെ കുറ്റം വിധിക്കുമ്പോൾ നമുക്ക് മറുപടി പറയണമെന്ന് തോന്നും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറുപടി പറഞ്ഞ സംഗതി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. മൗനം വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞു. ദൈവം ഈശോ പീലാത്തോസിൻ്റെ പടയാളികളോട് പ്രതികരിച്ചില്ല. കയ്യാപ്പാസും പീലാത്തോസും ഹെറോദോസും ക്രിസ്തുവിനെ അന്യായമായി ഇഷ്ടം പോലെ വിതരണം ചെയ്തു. ഈശോ ഒന്നും പ്രതികരിച്ചില്ല. അവസാനം പീലാത്തോസ് മരണത്തിന് വിധിച്ചു, ഒന്നും പ്രതികരിച്ചില്ല. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെടുന്ന നാശത്തിലേക്ക് കുതിച്ചു പായുന്ന കോടാനുകോടി മനുഷ്യ മക്കളെ രക്ഷിക്കാൻ ദൈവത്തിൻ്റെ ഈ നിശബ്ദത വളരെ അത്യാവശ്യമാണെന്ന് അറിഞ്ഞ ഈശോ
മൗനം പാലിച്ചു. അല്ലേ? പീലാത്തോസ് വീണ്ടും ചാട്ടവാറുകൊണ്ട് ചമ്മട്ടി കൊണ്ട് ആ കോമ്പൗണ്ടിൽ വെച്ച് ഈശോയെ മർദ്ദിച്ചു. മുറിവില്ലാത്ത ഒരു ഭാഗമില്ല, ചോര ഒറ്റിട്ട് വീഴാത്ത ഒരു ഭാഗമില്ല, നീറുന്ന വേദന. അല്ലേ? നമുക്കറിയാം, നമ്മുടെ കൈയൊന്നും മുറിഞ്ഞാണ്ടാവുന്ന കോലാഹലം നമുക്കറിയാം. 2 ദിവസത്തേക്ക് അവിടെ നല്ല നീറ്റും പഴുപ്പൊക്കെ ആയിരിക്കും. ഇത്രയും മുറിവുകൾ ശരീരത്തിലേറ്റിട്ടും ആരെയും കുറ്റം വിധിച്ചില്ല, ആരോടും പരിഭവം പറഞ്ഞില്ല, ആരോടും പ്രതികരിച്ചില്ല. എന്തുകൊണ്ട്? കോടാനുകോടി മക്കളെ, സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച സ്വന്തം മക്കളെ രക്ഷിക്കാനായിട്ട് ചെയ്തത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നില്ലേ, നിന്നോട് നിൻ്റെ പുത്രൻ ഒരു മീൻ ചോദിച്ചാൽ നീ ഒരു തേളിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ പാമ്പിന് കൊടുക്കുമോ എന്നൊക്കെ. ദുഷ്ടരായ നിങ്ങൾക്ക് മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാമെന്നിരിക്കെ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ നന്മകൾ നിങ്ങൾക്ക് തരില്ല. അതുകൊണ്ടാണ് ദൈവം നിശബ്ദനായിരുന്നത്. ആ കൽത്തലത്തിൽ കൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി രാത്രി മുഴുവൻ ഒരു കിടങ്ങിൽ കെട്ടിത്തൂക്കി. ഈശോ പ്രതികരിച്ചില്ല. പിറ്റേ ദിവസം മുൾക്കിരീടം അണിയിച്ചു, പ്രതികരിച്ചില്ല. ഭാരമുള്ള കുരിശുമരം ചുമത്തി, പ്രതികരിച്ചില്ല. പ്രതികരണമല്ല, നിശബ്ദതയായിരുന്നു അവിടെ വേണ്ടത്. എന്നിട്ട് ഈ കുരിശം വഹിച്ചുകൊണ്ട് അവിടുന്ന് ഗഗുൽത്താമ്പലിയിലേക്ക് പോയി. എത്രയോ തവണ വീണു. ആ കുരിശ്, ഭാരമുള്ള ആ കുരിശ് ശരീരത്തിൻ്റെ മുകളിൽ വീഴുമ്പോൾ ഈശോ അനുഭവിച്ച വേദന എന്തായിരിക്കും? അട്ടഹാസം, പരിഹാസം, കൊലവിളി. ഈശോ ഒന്നും പ്രതികരിച്ചില്ല. അവസാനം ഗഗുൽത്താ മലയിൽ എത്തിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ യേശുവിനെ വിവസ്ത്രനാക്കിയപ്പോൾ അപ്പോഴും ദൈവം ഒന്നും പ്രതികരിച്ചില്ല. അവസാനം ആ കുരിശിലെ കിടത്തി ആ കൈകാലുകളിൽ ആണിയടിച്ചപ്പോഴും ആ വേദന കൊണ്ട് അലറിയതല്ലാതെ ദൈവം അവരോട് പ്രതികരിച്ചില്ല. കുരിശിൽ തൂങ്ങി 3 മണിക്കൂർ കിടന്നപ്പോഴും ദൈവമേ, ഇവർ ചെയ്തത് എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ എന്നേ ഈശോ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പോഴും ഈശോ പ്രതികരിച്ചില്ല. അങ്ങനെ മരിച്ച് സംസ്കരിക്കപ്പെട്ടു. അങ്ങനെ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച കോടാനുകോടി മക്കൾ നശിച്ചു പോകാതിരിക്കാൻ ദൈവം തൻ്റെ പുത്രനെ ബലിയായി ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇന്ന് നമുക്കറിയാം, ദൈവം എത്രയോ കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. ദൈവത്തിന് ഒരിക്കലും മനുഷ്യവംശത്തിൻ്റെ മേൽ മടുപ്പ് തോന്നിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇത്രയൊക്കെ അപരാധങ്ങളും കുറ്റങ്ങളും പാപങ്ങളും നമ്മൾ ചെയ്തിട്ടും ദൈവത്തിന് മനുഷ്യരോടുള്ള ആ സ്നേഹം മാറിയിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. ആ സ്നേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യ കുഞ്ഞുങ്ങളിലൂടെ. നമുക്കറിയാം, ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും, ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും, ഭൂമിയിൽ ജനിക്കേണ്ടിയിരുന്ന കോടാനുകോടി മക്കളും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ലോകത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ചൊക്കെ വളരെ നെഗറ്റീവായുള്ള ചിന്താഗതി പുലർത്തുന്നവരാണ്. അല്ലേ? എവിടെ ഒരു പ്രത്യാശയില്ലാത്ത മട്ടിലാണ് നമ്മുടെ സംസാരം. പക്ഷെ ദൈവത്തിന് നമ്മളിലുള്ള പ്രത്യാശ കൈവിട്ടിട്ടില്ല. ദൈവം ഇപ്പോഴും, ടാഗോർ പറയുന്നുണ്ട് ഗീതാഞ്ജലിയിൽ, ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ദൈവം മനുഷ്യനിൽ മടുത്തിട്ടില്ല എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അല്ലേ? നമുക്കറിയാം, എന്താ കാലാവസ്ഥാ വ്യതിയാനം, ഇഷ്ടം പോലെ പാപങ്ങൾ. നമുക്ക് പത്രം വായിക്കാൻ പോലും പേടിയാണ്. അത്രമാത്രം ചീത്ത കാര്യങ്ങളാണ് പത്രത്തിലൂടെ വെളിപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നിയത് ഇതാണ്, എത്രയോ കുഞ്ഞുങ്ങളെ ഭ്രൂണഹത്യ വഴി നമ്മൾ ഒടുക്കി. ഓരോ കുഞ്ഞിനും ദൈവത്തിൻ്റെ സൃഷ്ടി പദത്തിൽ, അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനിൽ, ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാനിന് ഓരോ കുഞ്ഞിനും ഓരോ പ്രത്യേക സ്ഥലമുണ്ട്, ഒരു സ്പേസ് ഉണ്ടെന്ന് പറയും നമ്മൾ, അല്ലേ? നമുക്ക് ഓരോ കുഞ്ഞിനും ഓരോ സ്പേസ് ഉണ്ട്. നമ്മൾ കൊന്നൊടുക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ആ സ്പേസ് എന്ത് ചെയ്യും? ആ സ്പേസ് ആര് നികത്തും? ആ വിടവ് ആര് നികത്തും? നമുക്കറിയാം, ഓസോൺ പാളിയിൽ വിടവ് വന്നു. എന്താ സംഭവിക്കുന്നത്? സൂര്യനിൽ നിന്നും അൾട്രാ വയലറ്റ് റേസും ബാക്കി എല്ലാ ഹാംഫുൾ റേസും കടന്ന് നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്നു, അല്ലേ? സ്കിൻ ക്യാൻസർ കൂടുന്നു, ഒരുപാട് രോഗങ്ങൾ നമുക്കുണ്ടാകുന്നു, സൺ അലർജി, സൺലൈറ്റ് അലർജി, അങ്ങനെ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് കാര്യം? ഓസോൺ പാളിക്ക് തുള വീണു. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ കൊന്നൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ആര് ഫില്ല് ചെയ്യും? നമ്മൾ മന്ത്രിമാരൊക്കെ മരിച്ചാൽ, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരൊക്കെ മരിച്ചാൽ നമ്മൾ പറയും നികത്താനാവാത്ത വിടവ്. ആ വിടവ് പിന്നെ നികത്തപ്പെടും. പക്ഷെ ഓരോ കുഞ്ഞും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഈ ഭൂമിയിൽ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ കുഞ്ഞും ഭൂമിയിൽ പിറക്കുന്നത് ഒരു പ്രത്യേക അസൈൻമെൻറ്റ്, ദൈവം കൊടുക്കുന്നൊരു ടാസ്ക് പൂർത്തിയാക്കാനാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത്.
ശാസ്ത്രജ്ഞന്മാരാകാം, ഡോക്ടർമാരാകാം, നേഴ്സുമാരാകാം, കൂലിപ്പണിക്കാരാകാം, അല്ലെങ്കിൽ തത്വചിന്തകരാകാം, ആത്മീയ നേതാക്കളാകാം, സാധാരണ മനുഷ്യരാകാം. പക്ഷേ ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ടാസ്ക് ഉണ്ട്. ദൈവം ഓരോ മനുഷ്യനും ഒരു അസൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ, കോടാനുകോടി കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുമ്പോൾ ഈ ഗ്യാപ്പ് നിങ്ങൾ നോക്കുക, എത്ര ഗ്യാപ്പ്, കോടാനുകോടി, ഒരു കണ്ടിന്യൂറ്റി ഇല്ല, ഒരു തുടർച്ചയില്ല, നികത്താനാവാത്ത, തീർത്തും നികത്താനാവാത്ത ഒരു വിടവ്. അപ്പോൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്നത് ദൈവമല്ല, കാലാവസ്ഥാ വ്യതിയാനം വരുന്നത് ദൈവമല്ല. ഇതെല്ലാം നമ്മുടെ കയ്യിലിരിപ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമാണ്. ഇതാ നിങ്ങൾ പറയട്ടെ, കൊളോസോസ് 1:15-20 വായിച്ചേ. കൊളോസോസ് 1:15-20. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. വ്യക്തികളോ അധികാരങ്ങളോ എന്തുമാവട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. മനസ്സിലായോ? അപ്പോൾ മക്കൾ ചോദിക്കുമ്പോൾ ധൈര്യമായിട്ട് പറയണം, നീ സൃഷ്ടിക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയല്ല, നീ സൃഷ്ടിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയുമല്ല, നീ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന് വേണ്ടി. കാരണം എല്ലാ സൃഷ്ടവസ്തുക്കളും ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. എന്തിന്? ദൈവത്തിൻ്റെ ഹിതം നിറവേറാൻ. എന്താ ദൈവത്തിൻ്റെ ഹിതം? അത് ബാലി കയറാൻ മലയൊന്നുമല്ല. ദൈവത്തിൻ്റെ ഹിതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ മലയാറ്റൂർ മല കയറുന്ന അത്ര ബുദ്ധിമുട്ട് പോലുമില്ല. 1 തെസ്സലോനിക്ക 5-ാം 16, 17, 18 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്ക 5-ാം 16, 17, 18 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനാണ്. എന്താണ്? എപ്പോഴും സന്തോഷിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുക. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഈ ദൈവഹിതം നിറവേറ്റാണ് ദൈവം നമ്മൾ സൃഷ്ടിച്ചത്. എന്താണ് പറയുന്നത്? ഹിമാലയത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇന്ത്യൻ പതാക സ്ഥാപിക്കണമെന്നൊന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ അതിനേക്കാളും ഘോരമായ എന്തെങ്കിലും നടത്തണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നില്ല. നീ തീയിലൂടെ നടന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നില്ല. ദൈവം പറയുന്നത് എന്താ? സന്തോഷിക്കുക. സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലൂ ഫിലിം കണ്ട് സന്തോഷിക്കാനല്ല പറയുന്നത്. അല്ലെങ്കിൽ ലോകത്തിലെ സുഖങ്ങളിൽ അല്ല ആർമാദിക്കാനല്ല പറയുന്നത്. ആ ദൈവികമായൊരു സുഖം, സന്തോഷമുണ്ട് അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നൊരു അനുഭവം, ആ സന്തോഷം. അതിലെന്ത് വേണം? പ്രാർത്ഥിക്കണം. എന്ത് വേണം പിന്നെ? നിങ്ങളെല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ ദൈവഹിതം പരിപാലിക്കണം. ഈ ദൈവഹിതം എന്താണ്? പാലിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് വീണമായാലും നമ്മൾ ഭയപ്പെടേണ്ട. കാരണം നമ്മൾ വീഴുമെന്ന് ദൈവത്തിന് പൂർണ്ണ ഉറപ്പുണ്ട്. പക്ഷേ റോമ 15:13 പറയുന്നുണ്ട്, പ്രത്യാശയുടെ ദൈവം. നമ്മുടെ ദൈവം പ്രത്യാശയുടെ ദൈവം അല്ലേ? എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു, നീ എന്തിനും നെടുവേർപ്പെടുന്നു, നിൻ്റെ പ്രത്യാശ കർത്താവിൽ അർപ്പിക്കുക. ഇതൊക്കെ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പതറിപ്പോകും, നമ്മൾ വീണു പോകും. നമുക്ക് ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാൻ ആദ്യം തോന്നില്ല. പക്ഷേ ദൈവം തോന്നിപ്പിക്കും. എങ്ങനെ? നമ്മൾ പറയും മൂക്കോണ്ട് ക്ഷാക്ഷ വരച്ച് കഴിയുമ്പോഴേ നമുക്ക് തോന്നും. അപ്പോൾ പിന്നെ നമ്മൾ എവിടെ വരും? ദൈവത്തിൽ. ആദ്യം നമ്മൾ രോഗം വന്ന് എവിടെ ഓടും? ഡോക്ടറെ അടുത്ത്. അങ്ങനെ എല്ലാ ആശുപത്രികളിലും കയറി ഇറങ്ങി ഉള്ള കാശും പോയി, പണവും പോയി. അപ്പോൾ നമ്മൾ എന്ത് വരും? ഇനി ഏതച്ഛൻ്റെ അടുത്ത് പോയാൽ ആ സുഖം കിട്ടും? നമ്മൾ ധ്യാന കേന്ദ്രം തേടി വരും. രോഗം വരുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. എനിക്ക് ഒരു അനുഭവം ഉണ്ടായതാണ്. എൻ്റെ ഒരു കസിൻ ഡോക്ടറാണ്. അപ്പോൾ ഈ രോഗം വന്നപ്പോൾ ഞാൻ അവനെ വിളിച്ചു, ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവനൊരു മരുന്ന് എഴുതി തന്നു. ആ മരുന്ന് വാങ്ങി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവൻ എന്ത് പൊട്ടം മരുന്ന് എഴുതി തന്നാവും, ഞാനിത് കൊടുക്കണില്ല എന്നും പറഞ്ഞു. ഞാൻ കൊടുത്തില്ല. എന്തായാലും തമ്പുരാൻ എന്താ പറയണേന്ന് കരുതി ഞാൻ വചനമൊന്നും എടുത്തു. ദൈവമേ, എന്നെ ചാട്ടവാറോട് അടിച്ചാൽ എനിക്ക് ഇത്രയും വേദന ഉണ്ടാവില്ല. വൈദ്യൻ പറയുന്ന കാര്യം നീ ചെയ്യണം. വൈദ്യന് അറിവ് കൊടുത്തത് ഞാനാണ്. ഞാൻ ഉടനെ തന്നെ പോയി ആ മരുന്ന് വാങ്ങിച്ചാൽ കൊടുത്തു. എന്തായാലും അതുകൊണ്ട് രോഗവും മാറി. അപ്പോൾ ഡോക്ടറെ കാണരുതെന്നോ മരുന്ന് കഴിക്കരുതെന്നോ അല്ല പറയുന്നത്. അതിലുപരി നമുക്ക് ദൈവത്തിലെ ആശ്രയിക്കണം. നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ വെക്കണം. ഇനി തീത്തോസ് 2:14 എടുത്ത് നോക്കിയേ. യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിന് സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളൊരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. നമ്മൾ വീണുപോയേക്കാം, പക്ഷെ ഓർക്കുക, നമ്മുടെ ക്രിസ്തു
നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ബലിയർപ്പിച്ചു. അപ്പോൾ ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്? ദൈവത്തിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്വന്തം ജനമായിട്ട് കൊഞ്ചിച്ച് ലാളിച്ച് കൊണ്ടു നടക്കാനാണോ? അല്ല. അതിൽ പറയുന്നുണ്ടല്ലേ, എഫെസോസ് 2:10 പറയുന്നുണ്ട്. എന്താണ്? സൽപ്രവൃത്തികൾ ഒന്ന് വായിക്കാവോ? എഫെസോസ് 2:10. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്? സത്പ്രവർത്തികൾ ചെയ്യാൻ. നേരത്തെ പറഞ്ഞില്ലേ, ദൈവികതം അനുഷ്ഠിക്കാൻ. എന്താ ദൈവികതം? സന്തോഷിക്കുക, പ്രാർത്ഥിക്കുക, നന്ദി പറയുക, മതി. ഇനി എന്താ ചെയ്യേണ്ടത്? സൽപ്രവർത്തികൾ ചെയ്യണം. ഇത് 1 പത്രോസ് 2:9 നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. അതല്ലേ ദൈവികതം അനുഷ്ഠിക്കാൻ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കണം, സന്തോഷമുള്ളവരായിരിക്കണം, എല്ലാത്തിനും നന്ദി പറയണം. അപ്പോൾ ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് ദൈവത്തിൻ്റെ പ്രവർത്തികളെ പ്രകീർത്തിക്കുവാൻ. നമുക്ക് ഈ പുറപ്പാട് പുസ്തകം 19:5 പറയുന്നുണ്ടല്ലോ. പുറപ്പാട് 19:5 അല്ലേ? അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇതാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. പുരോഹിത ജനവും വിശുദ്ധ ജനവും. എന്താ ഈ പുരോഹിത ജനവും വിശുദ്ധ ജനവും എന്ന് പറയുന്നത്? പുരോഹിത ജനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ജനത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? അവർ ദൈവത്തിൻ്റെ നന്മകൾ എപ്പോഴും പ്രകീർത്തിക്കുന്നവരായിരിക്കണം. അതല്ലേ പത്രോസ്ലീഹ പറഞ്ഞത്? അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന് നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം. ദൈവത്തെ കുറ്റം പറയല്ല. ഹൃദയമില്ലാത്തവനാണ്, കഠിന ഹൃദയനാണ്, കണ്ണില്ല, ദൈവത്തിന് മൂക്കില്ല, ദൈവത്തിന് ഹൃദയമില്ല എന്നല്ല പറയേണ്ടത്. ദൈവം നമുക്ക് നൽകിയ നന്മകൾ പ്രകീർത്തിക്കണം. നിങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് എടുത്തു നോക്കിയ പ്രിയപ്പെട്ടവരെ, ആദ്യം മുതൽ അവസാനം വരെ ദൈവം നമ്മളെ കൈവിട്ട നിമിഷങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞേ. നമുക്ക് കൈവിട്ടു എന്ന് പറഞ്ഞ പല നിമിഷങ്ങളിലും ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമുക്കത് മനസ്സിലാകുന്നു. ആ നിമിഷത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുന്നൊരു 19 പറയല്ലേ, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാകും, കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമാണ്. ഈ വിശുദ്ധ ജനവും പുരോഹിത ജനവും എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. 2, ദൈവത്തിൻ്റെ നന്മകൾ നമ്മൾ പ്രകീർത്തിക്കണം. എങ്കിലേ നമുക്ക് പറ്റുള്ളൂ. ദൈവം നമുക്ക് നൽകിയ നന്മകൾ പ്രകീർത്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറും, വിശുദ്ധ ജനമായി മാറും, അതുപോലെ പുരോഹിത ജനവുമായി തീരും. ഇനി ഈ കൽപ്പനകൾ പാലിച്ചാൽ നമുക്കറിയാം, കൽപ്പനകൾ പാലിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ലഭിക്കും. ഇനി എന്തൊക്കെ നന്മകളാണ് ഈ കൽപ്പനകൾ പാലിച്ചാൽ നമുക്ക് ലഭിക്കും? ഞാൻ 1-ാം പ്രമാണത്തിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കൽപ്പനകൾ പാലിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. എന്തുകൊണ്ട് നമ്മൾ കൽപ്പനകൾ പാലിക്കണം? ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ, സൽപ്രവൃത്തികൾ ചെയ്യാൻ. കാരണം നമ്മൾ ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പുരോഹിത ജനമാകാനും ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാകാനും. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ വർഷിച്ചിട്ടുള്ള, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനേകായിരം നന്മകളെ, ചെറുതും വലുതുമായ നന്മകളെ പ്രകീർത്തിക്കുക. അതിനു വേണ്ടിയായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. 1 പത്രോസ് 2-ാം അധ്യായം 10-ാം വാക്യം. മുമ്പ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു. മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല, ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനമായാൽ ആദ്യം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കൽപ്പനകൾ. എന്താ കൽപ്പന? നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് പാടില്ല. ആദ്യത്തെ പ്രഥമവും പ്രധാനവുമായ കൽപ്പന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. പിന്നീട് അതിന് ശേഷം പറയുന്നുണ്ട്, നീ ഒരു വിഗ്രഹം നിർമ്മിച്ച് അതിനെ ആരാധിക്കരുത്.
കാരണം ഞാൻ മാത്രമാണ് ഏകദൈവം. ഏകദൈവം ദൈവമാണെന്നുള്ളതിന് ബൈബിളിൽ നിന്ന് നമുക്ക് അനേകായിരം കൊട്ടേഷങ്ങൾ കിട്ടും. ഞാനാണ് ദൈവം. നമുക്കറിയാം ഈ ലോകത്തിൽ 900 മതങ്ങളുണ്ട്, മത നേതാക്കളുണ്ട്, മതസംഹിതകളുണ്ട്. പക്ഷേ ഒരു മതവും ലോകത്തിൻ്റെ സൃഷ്ടി ഞങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇന്ന് വരെ അവകാശപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ഞങ്ങളാണെന്ന് ഒരു മതവും അവകാശപ്പെട്ടിട്ടില്ല. നമ്മുടെ ദൈവം മാത്രം. ഏത് ദൈവമാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രയേൽ ജനത്തെ ചെങ്കടൽ കടത്തി രക്ഷിച്ച് കാനാൻ ദേശം സ്വന്തമാക്കി കൊടുത്ത ദൈവം, അതാണ് ഏകദൈവം. ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് വേണോ? ഒറ്റ മാർഗം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണ ഹൃദയത്തോടെ പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? 3 മെത്തേഡാണ്. ഒന്ന്, പൂർണ്ണ ദൈവത്തോട് പ്രത്യാശയുള്ളവരായിരിക്കണം, ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. എങ്ങനെ സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ട് മത്തായി സുവിശേഷത്തിൽ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. ഇത്രയും പൂർണ്ണതയിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും. നിങ്ങളുടെ മക്കളെ നിങ്ങളെങ്ങനെയാണ് സ്നേഹിക്കുന്നത്? പകുതിയാണോ സ്നേഹിക്കുന്നത്? അല്ല, നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ ശക്തിയോടെയോടെ നമുക്ക് നമ്മുടെ മക്കളെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ഈ മക്കളെ തന്നെ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തെ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ദൈവം സർവശക്തനാണ് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കണം. പിന്നെ നമ്മൾ ദൈവത്തിൽ പ്രത്യാശിക്കണം. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിനെല്ലാം നമുക്ക് ചെയ്തു തരാനായിട്ട് കഴിയും. ഇനി ലേവ്യർ 18:5, നീ ദീർഘകാലം ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ? അതൊന്നും പോകുന്നില്ല. ദീർഘകാലം ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ? നീ വചനങ്ങൾ പാലിക്കുക. നിയമാവർത്തനം 26:19 വേറെ ഒരു ഗുണം. നിയമാവർത്തനം 4:40 നിനക്ക് ഭൂമിയിൽ നന്മ കൈവരാൻ നീ ആഗ്രഹിക്കുന്നുവോ? നീ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കാതെ നമുക്ക് ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയില്ല. ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ 8,000 അല്ല 10,000 വാഗ്ദാനങ്ങൾ ഈ ബൈബിളിൽ ഉണ്ടെങ്കിലും അതൊന്നും സ്വായത്തമാക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അത് കഴിയണമെങ്കിൽ നമുക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവും കൂടെ സ്നേഹിക്കണം. മത്തായി 28:20 അവസാനത്തെ വാക്യം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. അതാണ് പുരോഹിത ജനത്തിൻ്റെ മറ്റൊരു പണി. അവരെ പഠിപ്പിക്കണം. ദൈവത്തെ ആരാധിക്കാനായിട്ട് അവരെ പഠിപ്പിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ. 1-ാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. പണമോ സമ്പത്തോ മക്കളോ ഭർത്താവോ സൽപ്പേരോ ജോലിയോ പ്രശസ്തിയോ പ്രമോഷനോ ഒന്നുമല്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ആരാധിക്കേണ്ടത്, നമ്മൾ സ്നേഹിക്കേണ്ടത്, നമ്മൾ ബഹുമാനിക്കേണ്ടത് നമ്മുടെ നല്ല ദൈവത്തെയാണ്.